Hello students, today we are going to discuss about the conservation of momentum or the law of conservation of momentum. So you have studied these things in your plus 1 and plus 2 physics classes. So basically if we have a system of particles, the total force acting on the system can be written as equal to dp by dt. So F is equal to dp by dt. This you know. Now, if the system is an isolated system, the total force acting on the system will be 0. So then there will, if the system is an isolated system that is completely separated from the surroundings, no external force will act on the system. At the same time, there will be internal forces, but the internal forces will cancel out each other. So the sum of the internal forces on the system will be 0. And the external, as it is isolated system, the total external force also will be 0. So F is equal to 0 means dp by dt is equal to 0. Now when dp by dt is equal to 0, that simply means derivative of something is equal to 0. That means that thing is a constant with respect to that variable. So that means with respect to time, p is equal to a constant. It is total momentum is a constant. Momentum is conserved. സോ അപ്പോൾ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള ഇൻറ്ററാക്ഷൻസ് പരസ്പരം ഈ പാർട്ടിക്കിൾസ് തമ്മിൽ പരസ്പരം സ്ട്രോങ് ആയിട്ടുള്ള ഇൻറ്ററാക്ഷൻസ് ഉണ്ടാകാം. പക്ഷേ എത്ര സ്ട്രോങ് ആയിട്ടുള്ള ഇൻറ്ററാക്ഷൻസ് ഇത് തമ്മിൽ അന്യോന്യമുണ്ടെങ്കിലും കാര്യമില്ല, അതിൻ്റെ ടോട്ടൽ മൊമെൻറ്റം ഓഫ് ദാറ്റ് സിസ്റ്റം വിൽ ബി എ കോൺസ്റ്റൻറ്റ്. ദ ടോട്ടൽ എക്സ്റ്റേണൽ ടോട്ടൽ ഫോഴ്സ് എടുത്തു കഴിയുമ്പോൾ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ ഐസൊലേറ്റഡ് സിസ്റ്റം ആകുമ്പോൾ പുറമേ നിന്നുള്ള യാതൊരു ഫോഴ്സും ഈ സിസ്റ്റത്തിൻ്റെ മുകളിൽ എഫ് എക്സ്റ്റേണൽ വിൽ ബി ഈക്വൽ ടു 0. എക്സ്റ്റേണൽ ഫോഴ്സുകളൊന്നും ഉണ്ടാവില്ല. ഇൻറ്റേർണൽ ഫോഴ്സുകൾ ഉണ്ടാവും, പക്ഷേ ഇൻറ്റേർണൽ ഫോഴ്സുകളുടെ സം എടുക്കുമ്പോൾ അത് ക്യാൻസലായി പോകും. സോ ടോട്ടൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ സിസ്റ്റം വിൽ ബി 0. ദാറ്റ് മീൻസ് മൊമെൻറ്റം വിൽ ബി എ കോൺസ്റ്റൻറ്റ്. പി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ എത്ര സ്ട്രോങ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ ഇൻറ്റേർണൽ ആയിട്ടുണ്ടായാലും കാര്യമില്ല, the momentum will be a constant, and this is known as the conservation of law of conservation of momentum. No matter how strong the interactions among an isolated system of particles, and no matter how complicated the motions, the total momentum of an isolated system is constant. This is a law of conservation of momentum. Law of conservation of momentum എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒന്ന് ഈ സെൻറ്റൻസ് ഇതേപോലെ ഒന്നും എഴുതണ്ട, സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇൻ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം the external force acting on the system will be 0 and the sum of the internal forces will be 0. That means for an isolated system the total force acting on the system will be 0. If the total force acting on the system will be 0, the momentum of the system will be a constant. So this is the law of conservation of momentum. Okay. Now അപ്പോൾ ഇവിടെ നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം നമ്മൾ ഡെറൈവ് ചെയ്തത് എവിടെ നിന്നാണ് നോക്കുക. നമ്മൾ ലോ ഓഫ് ന്യൂട്ടൻ്റെ തേർഡ് ലോയിൽ നിന്നാണ് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ എന്നാണ് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം നമ്മൾ എടുത്തത്. അപ്പോൾ അവിടെ എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇൻറ്റേർണൽ ഫോഴ്സുകളുടെ കേസിൽ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഫോഴ്സുകൾ നമ്മൾ എടുത്തു കഴിയുമ്പോൾ അത് 0 ആയി പോകുന്നു. കാരണം ന്യൂട്ടൻ്റെ തേർഡ് ലോ അനുസരിച്ച് ആ ഫോഴ്സുകൾ പെയേഴ്സായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. മാത്രമല്ല ആ ഫോഴ്സുകൾ എന്താവും, ഈക്വലും ആയിരിക്കും, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. സോ ഈ ലോ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം അവിടെ, അതായത് ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ന്യൂട്ടൻ്റെ തേർഡ് ലോ ആണ്. This conservation of momentum appears to be a natural consequence of the Newtonian mechanics. പക്ഷേ നമ്മൾ ഈ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ആപ്ലിക്കബിൾ അല്ലാത്ത സ്ഥലങ്ങളിലും ലോ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം സാറ്റിസ്ഫൈഡ് ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സിനേക്കാളും കുറച്ചും കൂടി ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു ലോ ആയിരിക്കണം എന്ത്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. So however it has been found however that the conservation of momentum holds true even in areas where Newtonian mechanics proves inadequate, including the realms of quantum mechanics and relativity. In addition,
conservation of momentum can be generalized to apply to systems like electromagnetic field which possess momentum but no mass. ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയിലേക്ക് വന്നു കഴിയുമ്പോഴും അവിടെ മൊമെൻറ്റം കൺസർവ് ചെയ്യപ്പെടുന്നുണ്ട്. ഫോർ ദീസ് റീസൺസ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ഈസ് ജനറലി റിഗാർഡഡ് ആസ് ബീയിങ് മോർ ഫണ്ടമെൻ്റൽ ദാൻ ന്യൂട്ടോണിയൻ മെക്കാനിക്സ്. From this point of view, Newton's third law is a simple consequence of the conservation of momentum for interacting particles. അപ്പോൾ നമുക്ക് ന്യൂട്ടൻ്റെ തേർഡ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിൻ്റെ ഒരു കൺസീക്വൻസ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത് തന്നെ നിങ്ങൾ വേറൊരു വിധത്തിലായിരിക്കും നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുക. രണ്ട് പാർട്ടിക്കിൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യുമ്പോൾ suppose we have two particles, m1 മാസ്സുള്ളൊരു പാർട്ടിക്കിൾ അത് u1 വെലോസിറ്റിയോടുകൂടി ഇങ്ങോട്ട് വരുന്നു, m2 മാസ്സുള്ളൊരു പാർട്ടിക്കിൾ u2 വെലോസിറ്റിയോടുകൂടി ഇങ്ങോട്ട് വരുന്നു. ഓക്കെ, രണ്ടും തമ്മിൽ കൊളൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഈ ഡയറക്ഷനിലേക്ക് പോകുന്നു v1 വെലോസിറ്റിയോടുകൂടി. സോ അനദർ ഈസ് മൂവിങ് ഇൻ ദിസ് ഡയറക്ഷൻ വിത്ത് വെലോസിറ്റി v2. ഓക്കെ, സോ യു മൈറ്റ് ഹാവ് റിട്ടൺ ലൈക്ക് ദിസ് m1 u1 total momentum before interaction, before collision is equal to total momentum after collision, like this. ഇതൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇതിന് മുകളിൽ അനുഭവപ്പെടുന്ന എക്സ്റ്റേണൽ ഫോഴ്സുകളെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല. ഇത് തമ്മിലുള്ള മ്യൂച്വൽ ഇൻട്രാക്ഷൻ ഫോഴ്സുകൾ, ഇത് തമ്മിൽ കൊളൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇൻട്രാക്ഷൻ ഫോഴ്സ് മാത്രമേ ഇവിടെ കണക്കിലെടുത്തുള്ളൂ. ഇതിന് മുകളിൽ അനുഭവപ്പെടുന്ന പുറമേ നിന്നുള്ള എക്സ്റ്റേണൽ ഫോഴ്സുകളൊന്നും കണക്കിലെടുത്തിട്ടില്ല. അങ്ങനെ ഈ സിസ്റ്റം മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ, അത് തമ്മിലുള്ള ഇൻട്രാക്ഷൻ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ദ മൊമെൻറ്റം ഷുഡ് റിമൈൻ ദ സെയിം. ഒരു പടക്കം ഇങ്ങനെ വെച്ചതിന് ശേഷം അത് പൊട്ടിത്തെറിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതൊരു പടക്കാമെന്ന് വിചാരിക്കുക. അത് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള ഇപ്പോൾ ഇതിൻ്റെ ടോട്ടൽ മൊമെൻറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ 0 ആണ്. P ഈസ് ഈക്വൽ ടു 0. ഇത് പൊട്ടിത്തെറിച്ച് കഴിയുമ്പോൾ ഇതിൽ ഓരോ കഷ്ണങ്ങളായിട്ട് ഓരോ സ്ഥലത്തേക്ക് ഇതിങ്ങനെ ചെതറി പോകും. പല പീസുകൾ, ഒരു പീസ് ഇതായി ഇങ്ങനെ ഈ ഡയറക്ഷനിലേക്ക് പോകും, ഒരു പീസ് ഇങ്ങോട്ട് പോകും, ഒരു പീസ് ഇങ്ങോട്ട് പോകും, ഒരു പീസ് ഇങ്ങോട്ട് പോകും. അപ്പോൾ പല പീസുകളും പല ഡയറക്ഷനിലേക്ക് പോകും. ഇപ്പോൾ ഈ ഓരോ പീസുകളുടെയും മാസ് ഇൻറ്റു വെലോസിറ്റി നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് മാസ് ഇൻറ്റു വെലോസിറ്റി എടുത്തു കഴിഞ്ഞാൽ ഇതിന് മൊമെൻറ്റം കിട്ടും. ഇതുപോലെ എല്ലാ പാർട്ടിക്കിൾസിൻ്റെയും സം ഓഫ് ദി മൊമെൻറ്റം എടുത്തു കഴിഞ്ഞാൽ ദ മൊമെൻറ്റം വിൽ ബി ഈക്വൽ ടു 0. കാരണം അതിൻ്റെ എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ടല്ല എക്സ്പ്ലോഷൻ നടന്നത്. അതിൻ്റെ ഇനിഷ്യൽ മൊമെൻറ്റം 0 ആയിരുന്നു. സോ എക്സ്പ്ലോഷന് ശേഷം പാർട്ടിക്കിൾസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ വീഴുന്ന സമയത്തും അതിൻ്റെ ടോട്ടൽ മൊമെൻറ്റം എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു സം ഓഫ് ദി മൊമെൻറ്റം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഓൾസോ വിൽ ബി ഈക്വൽ ടു 0. അല്ലെങ്കിൽ അത് 0 ആകുന്ന വിധത്തിലായിരിക്കും ഇതിലുള്ള പാർട്ടിക്കിൾസ് എല്ലാം നമ്മൾ സ്പ്രെഡ് ചെയ്ത് നാല് വശത്തേക്കും പോകുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. Okay, thank you.